നമ്മളിൽ പലരും ഹോളിവുഡ് മൂവീസിലായിരിക്കും ടൊർണേഡോകളെ കണ്ടിട്ടുണ്ടാവുക. 65% ടൊർണേഡോകളും വീശുന്നത് അമേരിക്കയിൽ തന്നെയാണ്. ഇതുവഴി എത്ര വലിയ അപകടങ്ങളാണ് ഉണ്ടാകാറുള്ളത്? എത്ര തരത്തിലുള്ള ടൊർണേഡോകൾ വാസ്തവത്തിലുണ്ട്? എന്തുകൊണ്ട് അമേരിക്കയിലെ ഈ ഒരു പ്രദേശത്ത് മാത്രം ഇത്രയധികം ടൊർണേഡോകൾ വരുന്നു? എങ്ങനെയാണ് ഒരു ടൊർണേഡോ ക്രിയേറ്റ് ആകുന്നത്? മേഘങ്ങളുടെ ഒരു ടണൽ എന്ന് വേണമെങ്കിൽ ടൊർണാഡോയെ വിശേഷിപ്പിക്കാം. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വരുന്നവ. ഇവയിൽ 90% വളരെയധികം ദുർബലമായവയാണ്. ബാക്കി 10% വളരെയധികം ശക്തിശാലികൾ. നിങ്ങൾ വേൾഡ് മാപ്പ് പരിശോധിച്ചാൽ അന്റാർട്ടിക്ക ഒഴികെ ബാക്കി എല്ലാ കോണ്ടിനെൻറ്റുകളിലും നിങ്ങൾക്ക് ടൊർണേഡോകളെ കാണുവാൻ കഴിയും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ പകുതിയിലേറെ വളരെ ദുർബലമായവയാണ്. പ്രതിവർഷം 2000-ലധികം ടൊർണേഡോകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇതിൽ 1300 വീശാറുള്ളത് അമേരിക്കയിൽ മാത്രമാണ്. മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് അമേരിക്കയിൽ വീശുന്ന ടൊർണേഡോകൾ വളരെ ശക്തിശാലികളാണ്. എന്നാൽ അമേരിക്കയിലെ ഈ പ്രദേശങ്ങളിൽ തന്നെ ഒരു വർഷം ഉണ്ടാകുന്ന ടൊർണേഡോകൾ എന്നത് 800-ലും അധികമാണ്. ഇത്രയധികം ചുഴലിക്കാറ്റുകൾ വീശുന്ന അമേരിക്കയിലെ ആ പ്രദേശങ്ങൾ ഏതെല്ലാമാണ്? ടെക്സസ്, ഒക്കൽഹാമ, കാൻസസ്, നെബ്രാസ്ക. ഈ ഒരു പ്രത്യേക പ്രദേശത്തിന് ഒരു പേര് കൂടിയുണ്ട്, ടൊർണേഡോ വാലി. ഒരു ടൊർണേഡോ രൂപപ്പെടാനുള്ള എല്ലാവിധ കണ്ടീഷൻസും ഈ പ്രദേശങ്ങളിലുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ മാത്രം ടൊർണേഡോ ഉണ്ടാകുന്നു എന്നതറിയുന്നതിന് മുൻപ് എങ്ങനെയാണ് ഒരു ടൊർണേഡോ രൂപപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. തണ്ടർ സ്റ്റോമുകൾ വഴിയാണ് ഒരു ടൊർണേഡോ രൂപപ്പെടുന്നത്. ഈ പ്രത്യേക തരത്തിലുള്ള തണ്ടർ സ്റ്റോമുകളെ പൊതുവെ സൂപ്പർ സെൽ എന്ന പേരിലാണ് വിളിക്കാറുള്ളത്. അതായത് സൂപ്പർ സെല്ലുകൾ വഴിയാണ് ടൊർണേഡോകൾ രൂപപ്പെടുന്നത്. നിങ്ങൾ ടൊർണേഡോകളുടെ ചിത്രങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു വശത്തായി ഇങ്ങനെ ഒരു സൂപ്പർ സെൽ പാറ്റേൺ കാണുവാൻ കഴിയും. ഈ ഒരു സൂപ്പർ സെൽ ക്രിയേറ്റ് ആകുന്നത് ഗ്രൗണ്ട് ലെവലിൽ എയർ ഒരു വശത്തേക്കും ആകാശത്തിൽ മറ്റൊരു വശത്തേക്കുമാകുമ്പോഴാണ്. ഈ ഒരു സമയത്താണ് വിൻഡ് ടണലുകൾ രൂപപ്പെടുന്നത്. ഈ ഒരു റിങ്ങിനുള്ളിൽ കാറ്റ് സർക്കുലർ മോഷനിൽ വട്ടം കറങ്ങുന്നു. ആരംഭത്തിൽ ഈ ഒരു കാറ്റ് ഹോറിസോണ്ടൽ ആയിരിക്കും. ഈ ഒരു സമയത്ത് യാതൊരുവിധ അപകടവും ഇതുമൂലം നമുക്കുണ്ടാവുകയില്ല. എന്നാൽ എവാപ്പറേഷൻ മൂവ്മെൻറ്റ് നടക്കുന്ന ഒരു പ്രദേശത്തിന് മുകളിലാണ് ഇത് നടക്കുന്നത് എങ്കിൽ അവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. സമതലത്തിൽ നിന്നും വെള്ളം നീരാവിയായി മുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു നീരാവി തന്നെ വിൻഡ് ടണലിനെ ഹോറിസോണ്ടലിൽ നിന്നും വെർട്ടിക്കലിലേക്ക് മാറ്റുന്നു. ഇവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. തണ്ടർ സ്റ്റോമിൽ നിന്നും ഈ ഒരു വിൻഡ് ടണൽ ഇപ്പോൾ സൂപ്പർ സെല്ലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സൂപ്പർ സെല്ലിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനായി സമതലത്തിൽ നിന്നും ഉയരുന്ന നീരാവി സഹായിക്കുന്നു. ഈ ജലകണികകൾ മുകളിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സൂപ്പർ സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറുകയും അതിൻ്റെ വലുപ്പത്തെ വളരെയധികം കൂട്ടുകയും ചെയ്യുന്നു. സൂപ്പർ സെല്ലിനുള്ളിൽ കാറ്റുകളുടെ വേഗത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ താഴെ നിന്നും ഉയരുന്ന ജലകണികകൾ വട്ടത്തിലായിരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. ഈ ഒരു പ്രതിഭാസത്തെ ഫനൽ ക്ലൗഡ് എന്നാണ് വിളിക്കാറുള്ളത്. ഒരു സൂപ്പർ സെൽ തന്നെ വ്യത്യസ്തങ്ങളാർന്ന ഫനൽ ക്ലൗഡുകളെ രൂപപ്പെടുത്തുന്നു. ഈ ഒരു പ്രവർത്തനം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജലകണികകളുടെ ഭാരം മൂലം ഇത് ഭൂമിയിലേക്ക് പതിക്കുന്നു, അല്ലെങ്കിൽ ഭൂമിയുമായി കൂട്ടിയോജിക്കപ്പെടുന്നു. ഇങ്ങനെ ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്ന ഫനൽ ക്ലൗഡുകളെയാണ് നാം ട്വിസ്റ്റർ അല്ലെങ്കിൽ ടൊർണേഡോ എന്ന് വിളിക്കുന്നത്. ടൊർണേഡോയുടെ ഉള്ളിൽ 480 km/hലായിരിക്കും കാറ്റിൻ്റെ വേഗത. തൻ്റെ അടുത്ത് വരുന്ന എല്ലാത്തിനെയും ഇത് നശിപ്പിക്കും. സ്ട്രീറ്റ് ലൈറ്റ്സ്, കാറുകൾ, വീടുകൾ, വീടുകളുടെ മേൽക്കൂരകൾ തുടങ്ങി വ്യത്യസ്തങ്ങളാർന്ന കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ദൂരേക്ക് പറന്നു പോകുന്നു. ജീവനുള്ള വസ്തുവാണെങ്കിലും ശരി, ഇല്ലാത്ത വസ്തുവാണെങ്കിലും ശരി, മനുഷ്യനാണെങ്കിലും ശരി, മൃഗമാണെങ്കിലും ശരി, എല്ലാത്തിനെയും വളരെ ദൂരത്തേക്കായിരിക്കും ഈ ഒരു ചുഴലിക്കാറ്റ് എടുത്തുകൊണ്ടു പോവുക. ഇനി നമുക്ക് നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് കടക്കാം. അതായത് അമേരിക്കയിലെ ഈ ഒരു പ്രദേശങ്ങളിൽ മാത്രം എന്തുകൊണ്ടാണ് ഇത്രയധികം ടൊർണേഡോകൾ വരുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയാണ് ഒരു ടൊർണേഡോ നിർമ്മിക്കപ്പെടുന്നത് എന്ന്. അങ്ങനെയാണ് എങ്കിൽ അമേരിക്കയിലെ ഈ ഒരു പ്രദേശത്തിൻ്റെ ജിയോഗ്രഫി എന്നത് ടൊർണേഡോ രൂപപ്പെടാൻ വളരെയധികം കൃത്യമായുള്ള ഒന്നാണ്. ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ നിന്നും ഹ്യൂമിഡ് വിൻഡ്സ് അല്ലെങ്കിൽ ചൂടുള്ള കാറ്റ് നോർത്തിലേക്ക് സഞ്ചരിക്കുന്നു. വെസ്റ്റിലെ പസഫിക് ഓഷനിൽ നിന്നും ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ നിന്നും വീശുന്ന കാറ്റ് മലകളുടെ മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവയുടെ താപനില വളരെയധികം കുറയുന്നു. വെസ്റ്റിൽ നിന്നും സൗത്തിൽ നിന്നും വീശുന്ന ഈ 2 തരം കാറ്റുകളും പരസ്പരം കൂട്ടിമുട്ടുന്നു. ഇവ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് പുതിയ തരത്തിലുള്ള ഒരു വിൻഡ് ടണൽ ക്രിയേറ്റ് ആകുന്നത്. ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ നിന്ന് വീശുന്ന കാറ്റാണ് ഇതിൽ ഏറ്റവും സുപ്രധാനം. ഇവ ജലകണികകളെ ക്യാപ്ചർ ചെയ്യുന്നു. ഈ ജലകണികകൾ തന്നെ വിൻഡ് ടണലിനെ കറക്റ്റായി വെർട്ടിക്കലാക്കുന്നു, അതായത് സ്ട്രെയിറ്റായി നിലനിർത്താൻ സഹായിക്കുന്നു. ഈ ഒരു പ്രോസസ്സ് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ അവസാനം ഒരു സൂപ്പർ സെൽ ക്രിയേറ്റ് ആകുന്നു.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൂപ്പർ സെല്ലുകളെ വലുതാക്കുന്നത് ഉള്ളിലകപ്പെടുന്ന ജലകണികകളാണ്. എന്നാൽ എല്ലാ സൂപ്പർ സെല്ലുകളിൽ നിന്നും ടൊർണേഡോ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ജലകണികകൾ ഇതിനുള്ളിൽ കയറിയതിനു ശേഷം പിന്നീട് ഇത് മഴയായി പെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ടൊർണേഡോ രൂപപ്പെടാനുള്ള സാധ്യതയും കുറഞ്ഞു വരുന്നു. അതായത് അതിനു മുൻപ് നടന്ന സൈക്ലിക് പ്രോസസ്സ് ഇല്ലാതാകുന്നു. എന്നാൽ അമേരിക്കയിൽ വെസ്റ്റിൽ നിന്ന് വീശുന്ന കാറ്റ് സൂപ്പർ സെല്ലുകളുടെ ഉള്ളിൽ അകപ്പെട്ടിരിക്കുന്ന ജലകണികകളെ മഴയായി താഴേക്ക് വരാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് കൺസിസ്റ്റൻ്റായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫനൽ ക്ലൗഡുകളും അതിനുശേഷം ടൊർണേഡോകളും രൂപപ്പെടുന്നു. ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് അമേരിക്കയിലെ ഈ പ്രദേശങ്ങളിൽ മാത്രം നിങ്ങൾക്ക് ഇത്രയധികം ടൊർണേഡോകളെ കാണാൻ സാധിക്കുന്നു എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. പ്രതിവർഷം ഏകദേശം 800-ലധികം ടൊർണേഡോകളാണ് ഈ ഒരൊറ്റ സ്ഥലത്ത് മാത്രമായി വീശുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എത്ര തരത്തിലുള്ള ടൊർണേഡോകളുണ്ട്? ഹാരിക്കെയിൻ, ടൈഫോൺ, സൈക്ലോൺ, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ടൊർണേഡോകളും ഇവയും ഒന്നാണോ? വാസ്തവത്തിൽ ഇവ മൂന്നും തമ്മിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല എന്ന് പറയേണ്ടതായി വരും. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഏത് പ്രദേശത്താണോ ഇവ വീശുന്നത് ആ പ്രദേശത്തുള്ള ആളുകളാണ് ഇവയ്ക്ക് പേര് നൽകുന്നത്. അതായത് പ്രതിഭാസം ഒന്നാണെങ്കിലും ഇതിൻ്റെ പേര് വ്യത്യസ്തമായിരിക്കും. വേൾഡ് മാപ്പിൽ നിങ്ങൾ നോർത്ത് വെസ്റ്റ് പസഫിക് ഓഷനിലേക്ക് വന്നാൽ കൊറിയ, ജപ്പാൻ, ഈസ്റ്റ് റഷ്യൻ ബോർഡർ ഇവിടെ വരുന്ന കൊടുങ്കാറ്റിനെയാണ് പൊതുവെ ടൈഫോൺ എന്ന് വിളിക്കുന്നത്. ഇനി നിങ്ങൾ ഇന്ത്യൻ ഓഷനിലേക്ക് വന്നാൽ ഇവിടെ വരുന്ന കൊടുങ്കാറ്റുകളെ സൈക്ലോൺ എന്നും നോർത്ത് അറ്റ്ലാന്റിക് അല്ലെങ്കിൽ ഈസ്റ്റ് പസഫിക് ഓഷനിൽ വരുന്ന കൊടുങ്കാറ്റിനെ ഹാരിക്കെയിൻ എന്നും വിളിക്കുന്നു. ഇവർ മൂന്ന് പേരും തമ്മിൽ വ്യത്യാസമൊന്നും തന്നെ ഇല്ല എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? എന്നാൽ ഇവരും ടൊർണേഡോയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ടൊർണേഡോയും ഇവരും തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസമൊന്നുമില്ല. എന്നാൽ സൈസിലുള്ള വ്യത്യാസമാണ് ഇവിടെ മാറ്റർ ചെയ്യുന്നത്. ഏറ്റവും വലിയ ഹാരിക്കെയിൻ ഏകദേശം 1600 കിലോമീറ്റർ വരെ വലിപ്പത്തിൽ വരാം. എന്നാൽ ഏറ്റവും വലിയ ടൊർണേഡോയുടെ വലിപ്പമോ വെറും 2 കിലോമീറ്റർ മാത്രം. വലിപ്പം കുറവാണെങ്കിലും ടൊർണേഡോ ഉണ്ടാക്കുന്ന ഡിസ്ട്രക്ഷൻ എന്നത് 2 ഹാരിക്കെയിൻ ഉണ്ടാക്കുന്ന ഡിസ്ട്രക്ഷനേക്കാൾ വളരെ വലുതാണ്. ഇങ്ങനെ ഞാൻ പറയാനുള്ളതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ട ഹാരിക്കെയിനിൻ്റെ ഉള്ളിലെ കാറ്റിൻ്റെ സ്പീഡ് എന്നത് വെറും 250 km/h മാത്രമാണ്. എന്നാൽ ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ട ടൊർണേഡോയുടെ വേഗത എന്നത് 480 km/h കൂടുതലാണ്. അതായത് ലെവൽ 5 ഹാരിക്കെയിനേക്കാൾ 2 മടങ്ങ് കൂടുതൽ. രണ്ടാമത്തെ ഇവ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്തെന്നാൽ ഹാരിക്കെയിൻ വരുന്നതിന് 35 മണിക്കൂർ മുൻപ് നമുക്ക് ഇത് വരുമെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ 13 മിനിറ്റ് മുൻപ് മാത്രമേ ടൊർണേഡോ എവിടെ വീശുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. 3 മെയ് 1999 അമേരിക്കയിലെ ഒക്കൽഹാമയിൽ ആരും പ്രതീക്ഷിക്കാതെ ഒരു ടൊർണേഡോ അറ്റാക്ക് ചെയ്യുന്നു. വന്നപ്പോൾ ഈ ഒരു ടൊർണേഡോ ലെവൽ 4 ആയിരുന്നു. എന്നാൽ വളരെ പതിയെ ഇത് ലെവൽ 5ലേക്ക് മാറി. ഏകദേശം 85 മണിക്കൂറായിരുന്നു ഇതിൻ്റെ ദൈർഘ്യം. ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ശക്തിശാലിയായിട്ടുള്ളൊരു ടൊർണേഡോ. $1 ബില്യൺ പ്രോപ്പർട്ടിയും 36 പേരുടെ ജീവനുമായിരുന്നു അന്ന് ആ ഒരൊറ്റ ടൊർണേഡോ ഇല്ലാതാക്കിയത്. ഇന്നേ വരെ ലോകത്തിൽ ഇത്രയും അധികം വലിപ്പമേറിയ ഒരു ടൊർണേഡോ വന്നിട്ടില്ല. ഇന്ന് ബ്രിഡ്ജ് ക്രീക്ക് മോർ ടൊർണേഡോ എന്നാണ് ഇതിനെ നാം വിളിക്കുന്നത്. അമേരിക്കയിലെ ഒക്കൽഹാമയിൽ മാത്രമല്ല ഈ ഒരു ടൊർണേഡോ കാണപ്പെട്ടത്, മറിച്ച് മറ്റ് 4 പ്രദേശങ്ങളിലും ടൊർണേഡോകളെ കാണാൻ സാധിച്ചു. അതേ സമയത്ത് ഏകദേശം 70-ലധികം ടൊർണേഡോകൾ അന്ന് അവിടെ വീശിയിരുന്നു. ടൊർണേഡോയുടെ തന്നെ മറ്റൊരു മുഖം കാണാൻ സാധിച്ചത് 25 നവംബർ 2018 തായ്ലൻഡിനടുത്തുള്ള കോയ്ലിപ്പ് ഐലൻഡിൽ ടൂറിസ്റ്റുകൾ 4 ടൊർണേഡോകളെ ഒരൊറ്റ സമയത്ത് കാണുന്നു. ഇവരുടെ അടുത്തു നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലത്തിലായിരുന്നു ഈ ടൊർണേഡോകൾ വന്നത്. സാധാരണഗതിയിൽ വെള്ളത്തിന് മുകളിൽ വരുന്ന ടൊർണേഡോകൾ അത്രയധികം അപകടകാരികളല്ല. ഇതിനർത്ഥം ഇവയ്ക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുമല്ല. മറിച്ച് തൊട്ടടുത്ത് കപ്പലുകളോ യോടുകളോ ഉണ്ട് എങ്കിൽ അവയെ മറിച്ചിടാനുള്ള ശക്തി ഈ ടൊർണേഡോകൾക്കുണ്ട്. എന്നാൽ തൊട്ടടുത്ത് മനുഷ്യരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ യാതൊരുവിധ അപകടവും ഈ ടൊർണേഡോകൾ മൂലം അന്ന് ഉണ്ടായിരുന്നില്ല. പ്രകൃതിയാൽ നിർബന്ധമാകുന്ന ഒരു പ്രതിഭാസമാണ് ടൊർണേഡോ എന്നത്. മനുഷ്യരായ നമുക്ക് ഇവയെ പിടിച്ചു നിർത്തുവാൻ കഴിയുകയില്ല. എന്നാൽ ഇവ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളെയും ജീവഹാനിയെയും ഒരു വശം വരെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയും. ഇന്ന് സാറ്റലൈറ്റുകൾ ഉൾപ്പെടെ വ്യത്യസ്തങ്ങളാർന്ന സാങ്കേതികവിദ്യകളുടെ സഹായത്തോടെ എപ്പോൾ ഒരു ടൊർണേഡോ അല്ലെങ്കിൽ ഹാരിക്കെയിൻ ഉണ്ടാകുമെന്നും ഏത് ഡയറക്ഷനിലായിരിക്കും ഇവ പോകുന്നത് എന്നും നമുക്ക് ഒരു എസ്റ്റിമേറ്റ് നൽകുവാൻ കഴിയും. അതുപയോഗിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ
പകുതിയിലധികം നമുക്ക് പിടിച്ചു നിർത്തുവാൻ കഴിയും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. പരമാവധി കൂട്ടുകാരുമായി വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.